ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ച അത്താനാസിയോസ് തിരുമേനിയുടെ ഒരു ശബ്ദ സന്ദേശമാണ്. തിരുമേനി തന്റെ ഭദ്രാസനത്തിലുള്ള വൈദികർക്ക് അയച്ച സന്ദേശമാണ്. തിരുമേനിയുടെ ചിത്രം ഫ്ലെക്സ് ബോർഡുകളിൽ വെക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. മലങ്കര സഭയിലെ ഫ്ലെക്സ് ദൈവങ്ങൾക്കൊരു പ്രതിസംസ്കാരം അനിവാര്യമാണ്. ഫ്ലെക്സുകൾ നിയമലംഘനം മാത്രമല്ല, പരിസ്ഥിതി ദോഷവുമുണ്ട്. അതിലും വലിയ പ്രശ്നം ആത്മീയ പ്രോഗ്രാമുകളുടെ ഫ്ലെക്സിലാണ് ഫോട്ടോകൾ വെക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തം മുഖം കണ്ട് അഭിനമിക്കുന്ന ആത്മീയ നേതൃത്വങ്ങൾ സ്വയം ചിന്തിക്കണം. ആന്തരികമായി കരുത്തുള്ള മനുഷ്യരല്ല ഫ്ലെക്സിൽ ഫോട്ടോ വയ്ക്കുന്നത്. മാത്രമല്ല, ഫ്ലെക്സുകൾ വയ്ക്കുന്നതിന് അപ്രഖ്യാപിത പ്രോട്ടോകോൾ വരെ ഇപ്പോൾ നിലവിലുണ്ട്. കോടതി നിരോധനവുമുണ്ട്. തന്റെ മുഖം വന്നില്ലെങ്കിൽ സഭയിലെ ആത്മീയ സംഘടനാ ചുമതലയുള്ളവരെ വിളിച്ച് എന്താണ് തന്റെ ഫോട്ടോ വെക്കാത്തതെന്ന് ചോദിക്കുന്ന മേൽപ്പാട്ടക്കാരും ഉണ്ടായെന്നും കേട്ടിട്ടുണ്ട്. ഫ്ലെക്സിൽ പടം വരാൻ വേണ്ടി മാത്രം ആത്മീയ സംഘടനാ തലപ്പത്ത് വരുവാൻ ചില ബ്രാഞ്ചുകളുടെ സഭാസ്നേഹം പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഔദ്യോഗിക വട്ടമേശകളിലെ ചിരി വിഷയമാണ്. ഇലക്ട്രോണിക് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ഇന്ന് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെന്നിരിക്കെ ഈ സമുദായ സ്നേഹവും ശക്തിയും കാണിച്ച് തങ്ങളുടെ നേതാക്കളുടെ മുഖം നാൽക്കവലകൾ തോറും നിരത്തിവെച്ച് ആത്മസംതൃപ്തി നേടുന്ന പ്രാഞ്ചിയേട്ടന്മാരുടെ കാലമാണിത്. വലിയ പിതാക്കന്മാരുടെ മുഖത്ത് മുറുക്കാൻ തുപ്പൽ മുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മൂത്രശങ്ക വരെ തീർക്കാനുള്ള സൗകര്യമാക്കി മാറ്റുന്നത് നിത്യകാഴ്ചയാണ്. ഈയിടെ കാലം ചെയ്ത തോമസ് പ്രഥമൻ ബാവയുടെ ഫ്ലെക്സ് ആലുവ UC കോളേജിന്റെ മതിലിൽ 100-ൽ അധികമായിരുന്നു വെച്ചിരുന്നത്. വിവിധ വേഷഭൂഷാദികളിലുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ പലതിലും 2 ദിവസത്തിനുള്ളിൽ തിരുനെറ്റിയിൽ വരെ മുറുക്കാൻ തുപ്പൽ വീണു. പിന്നെ ഓടയിൽ കിടക്കുന്ന പരിശുദ്ധ ഭാവമാരുടെ ഫോട്ടോ, അന്യസംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും മറപ്പുരയുടെ മറയൊക്കെയായി മാറുന്ന സ്ലീബായും അംശവഴിയും ഒക്കെ കാണുമ്പോൾ സാധാരണ വിശ്വാസികളുടെ ഉള്ളുപിടയ്ക്കും. ഏതായാലും ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ ഈ അഭിപ്രായം ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന ഈ കലാപരിപാടിക്ക് ഒരു കടിഞ്ഞാണെങ്കിലും ആകട്ടെ. ചുരുങ്ങിയ പക്ഷം ഒരു ഇടവക പള്ളിയുടെയെങ്കിലും കണ്ണ് തുറപ്പിക്കട്ടെ. അകത്ത് കാമ്പുള്ളവർ കുറയുമ്പോൾ പുറത്ത് ചായം പൂശി നടക്കുന്നവർ കൂടും എന്നാണല്ലോ പ്രമാണം. തിരുമേനിയുടെ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. നമ്മുടെ ഭദ്രാസനത്തിലെ ആദരണീയരായ വൈദികർ, നമ്മുടെ പള്ളിയിലെ ചുമതലക്കാർ, ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ, പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവർ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. ഫ്ലെക്സുകളുടെ ഉപയോഗം കോടതി നിരോധിച്ചത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. എങ്കിലും പള്ളിയുമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ആവശ്യത്തിലധികം ഫ്ലെക്സുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ സാധാരണമായിട്ടുണ്ട്. അത് നിയമലംഘനമാണ്. അടുത്തിടെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി വ്യക്തിപരമായി തന്നെ രംഗത്തിറങ്ങി ഇവ മാറ്റിയത് ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ അഭ്യർത്ഥന, നിവൃത്തിയുള്ളിടത്തോളമെങ്കിലും ഫ്ലെക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. രണ്ടാമത്തെ എൻ്റെ വ്യക്തിപരമായൊരു അഭ്യർത്ഥനയും നിർദ്ദേശവും കൂടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഫ്ലെക്സ് വെച്ചാലും എൻ്റെ ചിത്രം അതിൽ നിന്ന് ഒഴിവാക്കണം. അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഫ്ലെക്സ് അടിക്കുമ്പോൾ അതിൽ എൻ്റെ ചിത്രം ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി നിർദ്ദേശിക്കുന്നു. ഇത് നിങ്ങൾ പരിഗണിക്കും എന്ന ചിന്തയോടെ ആണ് ഞാൻ ഈ കാര്യം അറിയിക്കുന്നത്. സസ്നേഹം.